പൊതുവായി അദ്വൈതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ബ്രഹ്മസൂത്ര ഭാഷ്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതിൽ കൂടുതലായിട്ട് ശാസ്ത്രീയമായി പ്രതിപാദനം ചെയ്യാൻ ഈ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും ശേഷിക്കുന്നില്ല. അതിന്റെ ആവർത്തനം തന്നെയായിരിക്കും അദ്വൈതം എന്ന് പറയുന്ന വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് അത് വീണ്ടും ഇതോടൊപ്പം ആവർത്തിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ ശാസ്ത്രശ്രവണത്തെ സംബന്ധിച്ച് അത് നമ്മൾ ഒരിക്കൽ കൂടി ഓർത്തിരിക്കണം. അതായത് ശാസ്ത്ര ശ്രവണം ആത്മബോധത്തിന് എങ്ങനെ സഹായിക്കുന്നു? അദ്വൈത സിദ്ധാന്തത്തിന്റെ മുഖ്യമായ താല്പര്യം എന്താണ്? നിശ്രേയസം, അതിലാണ് മോക്ഷം, അതിലാണ് ശാസ്ത്രത്തിന്റെ താല്പര്യം. അതിന് ശാസ്ത്രം എങ്ങനെ പ്രയോജനപ്പെടുന്നു? മോക്ഷത്തിന് നിരവധി ഉപായങ്ങളുണ്ട്. ജപധ്യാനാദികളെല്ലാം സാധകന്മാര് മോക്ഷത്തിന് വേണ്ടി അനുഷ്ഠിക്കുകയാണ്. അതിന് ശാസ്ത്രം എങ്ങനെ പ്രയോജനപ്പെടുന്നു? അങ്ങനെ ഒരു ശാസ്ത്ര ചർച്ച അതിനെങ്ങനെ പ്രയോജനപ്പെടുന്നു? അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ശ്രവണ മനന നിധ്യാസനങ്ങൾ അതെങ്ങനെ പ്രയോജനപ്പെടുന്നു? ഈ കാര്യം വളരെ വിശദമായി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഒരിക്കൽ കൂടി അതിനൊന്ന് പരാമർശിക്കാം. അതായത് ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ പ്രഥമമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ് ശബ്ദത്തിന്റെ പ്രാധാന്യം. ശാസ്ത്രം എന്നാൽ ശബ്ദമയമാണ്. എങ്ങനെയുള്ള ശബ്ദം? ഗുരുവാക്യം, ഗുരു ഉപദേശ രൂപത്തിലുള്ള ശബ്ദം, അതാണ് ശാസ്ത്രം. ശാസ്ത്രം ഗുരു ഉപദേശമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് പുസ്തകമാണ്. പുസ്തകം ശബ്ദമല്ല. പുസ്തകം എന്ന് പറയുന്നത് ലിപികളാണ്, ശബ്ദത്തിന്റെ സങ്കേതങ്ങളാണ്. ശബ്ദസങ്കേതം എന്ന് സംസ്കൃതത്തിൽ പറയും. നമ്മൾ മലയാളത്തിൽ ലിപി എന്ന് പറയും. പുസ്തകം ലിപിയാണ്, അത് കേവലം സങ്കേതമാണ്. ഈ സങ്കേതം അല്ലെങ്കിൽ ലിപി എന്താണ്? അത് ശബ്ദമല്ല, മറിച്ച് അത് ശബ്ദത്തിന്റെ സ്മാരകം എന്ന് പറയും. ശാസ്ത്രീയമായ ഭാഷയിൽ ശബ്ദസ്മാരകമാണ് ലിപി എന്നാണ്. ശബ്ദം തന്നെ ഒരു പ്രത്യേക ശാസ്ത്രമാണ്, ശബ്ദശാസ്ത്രം. അപ്പൊ അതിൽ നമ്മൾ ഈ കാണുന്ന ഗ്രന്ഥത്തെ പറയുന്നത് എന്താണത്? ശബ്ദസ്മാരകങ്ങളെന്നാണ്. ശബ്ദത്തെ നമുക്ക് കാണാൻ കഴിയത്തില്ല, കേൾക്കാനേ കഴിയത്തുള്ളൂ. പക്ഷെ ശാസ്ത്രം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്ന ശാസ്ത്രം എന്താണ്? ഇത് ലിപിയാണ്, അല്ലെങ്കിൽ ശബ്ദസ്മാരകമായ രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. പുസ്തകം വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഈ ലിപികൾ അല്ലെങ്കിൽ ഈ സങ്കേതങ്ങൾ അക്ഷരത്തിന്റെ സ്മരണ, ശബ്ദത്തിന്റെ സ്മരണയെ ഉണ്ടാക്കുന്നു. ആ ശബ്ദങ്ങൾ കൂടിച്ചേർന്ന് പദങ്ങൾ ഉണ്ടാകുന്നു, പദത്തിന്റെ സ്മരണ ഉണ്ടാകുന്നു. പദങ്ങളിൽ നിന്നും
അർത്ഥബോധം ഉണ്ടാകുന്നു. അങ്ങനെ അർത്ഥമുള്ള പദങ്ങൾ കൂടിച്ചേർന്ന് വാക്യങ്ങളിൽ നിന്നും വാക്യാർത്ഥബോധം ഉണ്ടാകും. അതാണ് പുസ്തകം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അർത്ഥബോധം, വാക്യാർത്ഥബോധം. ആ വാക്യാർത്ഥബോധം രണ്ടു തരത്തിൽ, വാച്യാർത്ഥബോധവും ലക്ഷ്യാർത്ഥബോധവും. ഒരു വാക്യത്തിന്റെ വാച്യാർത്ഥത്തെ നമ്മൾ ബോധിപ്പിക്കുന്നു, ആ വാക്യം തന്നെ ലക്ഷ്യമായ അർത്ഥത്തെയും ബോധിപ്പിക്കുന്നു. അനാത്മ വിഷയങ്ങളെ സംബന്ധിച്ച്, അതായത് ആത്മഭിന്നമായ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, പുസ്തകം വായിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് സാധാരണഗതിയിൽ വാച്യാർത്ഥബോധം മതി, വാക്യാർത്ഥത്തെ ഗ്രഹിച്ചാൽ മതി, കാര്യം മനസ്സിലാകും. എന്താണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, എന്താണ് ഈ പുസ്തകത്തിന്റെ താല്പര്യം. പക്ഷെ ആത്മവിഷയത്തെ സംബന്ധിച്ച് അതുപോലെ അവിടെ ലക്ഷ്യാർത്ഥ ഗ്രഹണം സംഭവിക്കുന്നു, ലക്ഷ്യാർത്ഥത്തെ ഗ്രഹിക്കുന്നു. വാക്യം, പദങ്ങൾ, വാക്യം അതിന്റെ വാച്യമായ അർത്ഥത്തെ വിട്ടിട്ട് ലക്ഷ്യാർത്ഥത്തിലെത്തണം. ശബ്ദത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ശബ്ദം നമ്മുടെ അന്ധകരണത്തെ അതിന്റെ വാച്യാർത്ഥത്തിൽ നിന്നും ലക്ഷ്യാർത്ഥത്തിലേക്ക് നയിക്കും. അതിനൊരു കഴിവുണ്ട്. അവിടെയാണ് ശ്രവണത്തിന്റെ പ്രാധാന്യം വരുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന പുസ്തകം വായിച്ച് അർത്ഥം മനസ്സിലാക്കുകയല്ല, മറിച്ച് വാക്യത്തെ ശ്രവിക്കുക ചെയ്യുന്നത്. കേൾക്കുന്നു, കാണുകയല്ല, കേൾക്കുന്നു. അവിടെ ശബ്ദത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ശ്രുതി എന്ന് പറയുന്നത്. ഗീതയിലും പറയുമല്ലോ, ഇത് ശ്രീമദ് ഭഗവത്ഗീതാസ് ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ശ്രുതി. ഇത് ശ്രവിക്കപ്പെടുന്നതാണ്. ഇവിടെ ഗീതയിൽ മുന്നോട്ട് ചെല്ലുമ്പോൾ ഭഗവാൻ പറയും, ഞാനിത് സൂര്യന് ഉപദേശിച്ചു, വിവസ്വാൻ മനവേ പ്രാഹ എന്നിങ്ങനെ പറയും. മനുവിന്, ഇക്ഷ്വാകുവിന്, ഏവം പരമ്പരാപ്രാപ്തം. ഈ ശാസ്ത്രം പരമ്പരയായി പ്രാപ്തമാകുന്നു എന്ന് പറയുന്നത് ശബ്ദത്തിലൂടെയാണ്, ഗ്രന്ഥത്തിലൂടെയല്ല, ശബ്ദത്തിലൂടെയാണ്. അതായത് ലിപികളിലൂടെയല്ല അത് പരമ്പരാപ്രാപ്തമാകുന്നു, മറിച്ച് ശബ്ദത്തിലൂടെയാണ്. ഒരു ഗുരു ഉപദേശിക്കുന്നു, ശിഷ്യനെ ഗ്രഹിക്കുന്നു, ആ ശിഷ്യൻ വീണ്ടും ഉപദേശിക്കുന്നു. അങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കുന്നത്, അല്ലെങ്കിൽ ശബ്ദം നിർഗമിക്കുന്നത് എവിടെ നിന്ന്? വക്താവെന്നും. അതിനെ വക്താവെന്ന് പറയും, പറയുന്നയാൾ. ശബ്ദം സ്വീകരിക്കുന്നതോ ശ്രോതാവ്. ഇപ്പം ഗുരു ഉപദേശം, ഗുരു വക്താവും ശിഷ്യൻ ശ്രോതാവും. ഗുരുവിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നു, ശിഷ്യൻ ആ ശബ്ദത്തെ ഗ്രഹിക്കുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഗുരുവിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം, അതിനാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത്. ശിഷ്യൻ എന്ത് ചെയ്യുന്നു? ആ ശാസ്ത്രത്തെ ഗ്രഹിക്കുന്നു. അവിടെ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആത്മാവിന്റെ സാന്നിധ്യത്തിൽ, ആത്മാവിന്റെ സാന്നിധ്യത്തെ ഒരിക്കലും വിടാൻ കഴിയാത്ത ഒരു വസ്തുവാണ് അന്ധകരണം. അതിന് ആത്മസാന്നിധ്യത്തിൽ നിൽക്കാൻ പറ്റും. അന്ധകരണം അല്ലെങ്കിൽ മനസ്സെന്ന് പറയാം. ഈ അന്ധകരണം അല്ലെങ്കിൽ മനസ്സ്, അത്
സദാ വൃത്തിരൂപത്തിൽ എന്നുവെച്ചാൽ പരിണാമരൂപത്തിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. പരിണാമരൂപത്തിലെ അന്ധകരണത്തിന് സ്ഥിതിയുള്ളൂ. പരിണമിച്ചില്ലെങ്കിൽ അന്ധകരണമില്ല. അതായത് ജലത്തെ പോലെ ജലം എപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കും, അത് സ്ഥൂലമായി അല്ലെങ്കിൽ സൂക്ഷ്മമായി. അതാണ് അതിന്റെ തിരകൾ അല്ലെങ്കിൽ അതിനുള്ള തരംഗങ്ങൾ. അതുപോലെ അന്ധകരണം സദാ പരിണമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പരിണമിക്കുന്ന അന്ധകരണം ഒരു വക്താവ് ഒരാൾ ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അയാളുടെ അന്ധകരണം ആ ശബ്ദരൂപത്തിൽ പരിണമിക്കുന്നു, ശബ്ദാകാരമാകുന്നു അന്ധകരണം. ഏത് വിഷയത്തെക്കുറിച്ച് പറയുന്നു ആ വിഷയത്തിനനുസരിച്ചുള്ള ശബ്ദരൂപത്തെ അന്ധകരണം പ്രാപിക്കും, ശബ്ദരൂപത്തിലാകും. ആത്മവിദ്യയിൽ വിഷയം ആത്മാവാണ്. ആത്മാവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം വക്താവിന്റെ അന്ധകരണം ആത്മരൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആത്മരൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ആ അന്ധകരണം ശബ്ദരൂപത്തിൽ വാഗിന്ദ്രിയത്തിലൂടെ പുറത്തു വരുന്നതാണ് ശ്രോതാവ് ഗ്രഹിക്കുന്നത്. അന്ധകരണത്തിന്റെ പ്രത്യേകത എന്താണത്? ആത്മ സാന്നിധ്യത്തിലേ അതിന് നിലനിൽപ്പുള്ളൂ. അതിന് ആത്മ ആകാരത്തിലെ ആത്മവിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിലനിൽക്കാൻ പറ്റും. ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം അന്ധകരണം ആത്മാകാരത്തിലായിരിക്കും. ഗുരുപദേശത്തിന്റെ പ്രാധാന്യം എവിടെയാണ്? അല്ലെങ്കിൽ വക്താവിന്റെ പ്രാധാന്യം അതാണ്. വക്താവിന്റെ അന്ധകരണം ആത്മാകാരത്തിൽ പരിണമിച്ച് അത് വാഗ്രൂപത്തിൽ വാഗിന്ദ്രിയത്തെ ആശ്രയിച്ച് ബഹിർഗമിക്കുകയാണ്, പുറത്തേക്ക് വരികയാണ്. അപ്പൊ ശ്രോതാവിന്റെ ശ്രവണപുടങ്ങളിൽ പതിയുന്നത് എന്താണോ വക്താവിന്റെ ആത്മസാന്നിധ്യമുള്ള ശബ്ദമാണ്. അതാണ് ആത്മോപദേശം എന്ന് പറയുന്നത്, ശാസ്ത്രോപദേശം എന്ന് പറയുന്നത്. ശ്രോതാവിന്റെ അന്ധകരണം അതിനെ ഗ്രഹിക്കുന്നതിന് പക്വമാണെങ്കിൽ, അതിന് തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് പ്രാപ്തമാണെങ്കിൽ വക്താവിന്റെ അന്ധകരണത്തിന്റെ സ്ഥിതി എന്തോ അത് തന്നെ ശ്രോതാവിന്റെ അന്ധകരണത്തിൽ സംഭവിക്കും. അതായത് വക്താവിന്റെ പറയുന്ന ആളിന്റെ അന്ധകരണം ആത്മാകാരമായി എന്ന് പറഞ്ഞാൽ ആത്മബോധത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ കേൾക്കുന്ന വക്താവിന്റെ അന്ധകരണവും അതേ ആത്മാകാരമായി ആത്മബോധത്തോടുകൂടി തന്നെ തീരും. അതാണ് പറയുന്നത് ഏകശ്രവണ, ഒറ്റ ശ്രവണം കൊണ്ട് തന്നെ. അധികാരി പ്രാപ്തനാണെങ്കിൽ, പക്വതയുള്ള ആളാണെങ്കിൽ ഒറ്റ ശ്രവണം കൊണ്ട് തന്നെ അയാൾക്ക് ആത്മബോധം ഉണ്ടാകും. അത് വക്താവിന്റെ അല്ല, ശ്രോതാവിന്റെ അധികാരിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രോതാവിന്റെ അന്ധകരണം സാത്വികവും ഏകാഗ്രവുമാണെങ്കിൽ അത് സംഭവിക്കും. അവിടെ സംഭവിക്കുന്നത്, അതായത് അന്ധകരണത്തിന് ഒരു പ്രത്യേകതയുണ്ട്.
ഒന്ന് അത് സാത്വിക രാജസ താമസ ഭാവങ്ങളിലായിരിക്കും, എപ്പോഴും ഏതെങ്കിലും ഒന്നിലായിരിക്കും, അല്ലെങ്കിൽ കൂടിക്കലർന്നിരിക്കും. ആ അന്ധകരണം ആത്മാകാരമായി തീരുന്ന അന്ധകരണം എന്നുവെച്ചാൽ ആത്മബോധത്തോടുകൂടിയിരിക്കുന്ന മനസ്സ്. അന്ധകരണത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിന് സഞ്ചരിക്കാൻ കഴിയും. അത് ദേശപരിച്ഛിന്നമല്ല, എന്നുവെച്ചാൽ ഒരു ദേശത്ത് നിന്ന് വേറെ ദേശത്തേക്ക് അതിന് പോകാൻ കഴിയും. വക്തൃദേശത്ത് നിന്ന് ശ്രോതൃദേശത്തേക്ക് അതിന് സഞ്ചരിക്കാൻ കഴിയും. അതായത് വക്താവിന്റെ അന്ധകരണ ദേശത്ത് നിന്ന് അതിന് ശ്രോതാവിന്റെ അന്ധകരണ ദേശത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? അത് സൂക്ഷ്മമാണ്, തൈജസമാണ്. സൂര്യന്റെ പ്രകാശം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ തൈജസമായ പദാർത്ഥങ്ങൾക്കെല്ലാം അങ്ങനെ സഞ്ചരിക്കാൻ കഴിയും. അത് ഈ അന്ധകരണത്തിനും അതിന് കഴിയും. വക്താവിന്റെ ദേശത്ത് നിന്ന് ശ്രോതാവിന്റെ ദേശത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും. വക്താവിന്റെ ദേശം എന്ന് പറയുമ്പോൾ എന്താണ്? വക്താവിന്റെ ഉപദേശിക്കുന്ന ആളുടെ ആത്മസാമീപ്യം, അതാണ് വക്താവിന്റെ ദേശം എന്ന് പറയുന്നത്. അന്ധകരണത്തിന്റെ ദേശം ആത്മാവ്. അവിടെ നിന്നും ശ്രോതാവിന്റെ ദേശത്തിലേക്ക് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ശ്രോതാവിന്റെ ആത്മസാമീപ്യം, അവിടെ എത്താൻ കഴിയും. അത് അന്ധകരണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വാസ്തവത്തിൽ അന്ധകരണത്തിന്റെ സഞ്ചാരം എന്ന് പറയുമ്പോൾ കാറ്റ് ഒരിടത്ത് നിന്ന് വീശി വേറെടുത്ത് പോകുന്നത് പോലെയോ പ്രകാശം ഒരിടത്ത് നിന്ന് സഞ്ചരിച്ച് വേറെ സ്ഥലത്ത് എത്തിച്ചേരുന്നത് പോലെയുള്ള ഗമനക്രിയ അതിന്റെ ആവശ്യമുണ്ട് അവിടെ. അത് അന്ധകരണത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. എന്തുകൊണ്ട്? ആത്മാവ് സർവ്വവ്യാപിയാണ്. ആത്മാവിന് ഒരു ദേശത്ത് നിന്ന് വേറെ ദേശത്തേക്ക് ഗമനക്രിയയിലൂടെ, അതായത് ചലനത്തിലൂടെ സഞ്ചരിച്ചു പോകേണ്ട ആവശ്യം വരുന്നുണ്ട്. ആത്മാവിനോട് ഏറ്റവും സമീപത്ത് നിൽക്കുന്ന വസ്തുവാണ് അന്ധകരണം. അന്ധകരണത്തിന്റെ സവിശേഷത അത് ഏത് സമയവും ആത്മസ്ഫുരണത്തോടുകൂടിയേ നിൽക്കത്തുള്ളൂ. ആത്മസ്ഫുരണത്തെ വിട്ട് അന്ധകരണത്തിന് നിൽക്കാൻ കഴിയത്തില്ല. ആത്മാവ് സർവ്വവ്യാപിയാണെങ്കിൽ അന്ധകരണവും അതുപോലെ തന്നെ സർവ്വവ്യാപിയാണ്. പ്രത്യേകത വരുന്ന എന്താണ്? അന്ധകരണത്തിൽ വരുന്ന വൃത്തിഭേദങ്ങളാണ്. വക്താവിൽ അന്ധകരണം ഒരു വൃത്തിയിലിരിക്കുമ്പോൾ ശ്രോതാവിൽ അന്ധകരണം മറ്റൊരു വൃത്തിയിലായിരിക്കും സാധാരണഗതിയിൽ. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പ്രാപ്തനായ ശ്രോതാവാണെങ്കിൽ വക്താവിന്റെ അതേ അന്ധകരണ വൃത്തി തന്നെ ശ്രോതാവിന് സംഭവിക്കും. അപ്പോൾ അന്ധകരണത്തിന്റെ വൃത്തി രണ്ട് സ്ഥലത്ത് ഒരേ രൂപത്തിലായി കഴിഞ്ഞാൽ അവിടെ അന്ധകരണം ഒന്നായിത്തീരുന്നു. പിന്നെ അവിടെ അന്ധകരണം രണ്ടായി നിൽക്കത്തില്ല. അതായത് വക്താവിന്റെ ആത്മദേശത്ത് നിന്ന് നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി അന്ധകരണം ഏത് രൂപത്തിലാകുന്നു അതേ രൂപത്തിൽ ശ്രോതാവിന്റെ ആത്മദേശത്തും അന്ധകരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ അന്ധകരണം രണ്ടായിരിക്കത്തില്ല, ഒന്നാകും. അതാണ് അന്ധകരണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വക്താവ് ആത്മബോധത്തോടുകൂടി ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വക്താവിൽ നിന്നും ആത്മബോധത്തോടുകൂടി ആത്മവിദ്യ നിർഗമിക്കുകയാണെങ്കിൽ യുക്തനായ ശ്രോതാവിനും അതേ രീതിയിൽ ആത്മവിദ്യ പ്രകാശിക്കും. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. രണ്ടും
ഏകദേശത്തിൽ ഏകകാലത്ത് സംഭവിക്കും.